ഹലോ ഗൈസ്, നമ്മളിന്ന് വളരെ ഭംഗിയുള്ള ഒരു റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണ് കേട്ടോ. ഇതെവിടെയാണെന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് കിൻഫ്ര ഐ ടി പാർക്ക് ഉണ്ട്, ചന്തവിള. കഴക്കൂട്ടത്ത് നിന്ന് ചന്തവിള കിൻഫ്ര ഐ ടി പാർക്ക് വരെയുള്ള ഒരു വഴിയാണ്. ഇവിടുത്തെ എല്ലാ ടെക്കുകളും യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓഫീസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഭക്ഷണമൊക്കെ പൊതിയൊക്കെ കെട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല മിക്സ് ചെയ്ത് നല്ല സെറ്റായി കിട്ടുന്ന, നല്ല ബിരിയാണി പരുവത്തിലായി കിട്ടുന്ന ഒരു രീതിയിലുള്ള റോഡാണ്. കുഴിയിൽ ഇങ്ങനെ ചാടി ഇറങ്ങി ചാടി ഇറങ്ങി ചാടി ഇറങ്ങി ഇത് എത്ര കാലമായെന്നറിയോ? 8-10 കൊല്ലമായിട്ട് ഇതിങ്ങനെയാണ് കിടക്കുന്നത്. കുഴിയും ചെളിയും ഒക്കെ ആയിട്ട് ഇവിടെ ചാടി ചാടി നമ്മുടെ വണ്ടിയുടെ എന്തൊക്കെ പോയി എന്നൊരു പിടിയില്ല. നമുക്ക് അപ്പുറം വഴിയായി നമുക്ക് ട്രാഫിക് കൂടെ പോകാനുള്ള ബുദ്ധിമുട്ടും പോയിട്ടുണ്ട്. നമുക്ക് 5-6 കിലോമീറ്ററും എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതാണ് എളുപ്പമുള്ള വഴി. മിക്കവാറും ടെക്കീസ് എല്ലാം ഉപയോഗിക്കുന്ന വഴിയാണ്, വേറെ നിവൃത്തിയില്ലാണ്ട് ഉപയോഗിക്കുന്ന വഴിയാണ്. ഇവിടെ ചാടി ചാടി ചാടിയാണ് എല്ലാവരും പോകുന്നത്. വണ്ടിക്ക് ഒരു തീരുമാനമായി കിട്ടാൻ വേറെ ഒന്നും വേണ്ട. കുഴിയെന്നൊന്നും പറഞ്ഞാൽ പോരെ, ഗർത്തങ്ങളാണ്, അഗാധമായ ഗർത്തങ്ങളും. മഴയും കൂടെ പെയ്താൽ പിന്നെ പറയണ്ട. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് മഴ പെയ്തതിൻ്റെ വെള്ളമാണ് അവിടെ കിടക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തോട്ടിൽ കൂടെ പോകുന്ന പോലെയാണ്. ഈ ഭാഗം കണ്ടാൽ അറിയാം. ഇതുപോലെയാണ് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ മഴ പെയ്താൽ കിടക്കുക. ഇല്ല, തോട്ടിലിറങ്ങി കയറി പോകുന്ന നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേറെ അടുത്തും പോകണ്ട. ടെക്കീസിന് ഇങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതി. നല്ല ഒന്നാം തരം ഓഫ് റോഡാണ്. റോഡില്ലാത്തടമാണല്ലോ ഓഫ് റോഡ്, അല്ലേ? എങ്ങനെ? ഈ വഴിക്ക് പിന്നെയുള്ളൊരു കോമഡിയാണ് ഹെൽമെറ്റ് വെക്കാണ്ടുള്ള ആൾക്കാരുടെ ഈ യാത്ര. അവർക്ക് പറ്റിയ വഴിയാണ് കേട്ടോ. പോലീസിൻ്റെ കണ്ണിലും പെടാണ്ട് ഒരിടത്തും പെടാണ്ട് സുഖമായിട്ട് ഹെൽമെറ്റ് വെക്കാണ്ട് ഇങ്ങനെ കഴക്കൂട്ടം ടു ചന്തവിള ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോകാനായിട്ട് നല്ല വഴിയാണ്. കാരണം ഇതുവഴി ഒരു പോലീസുകാരും വരത്തില്ല. വന്നാൽ അവരുടെ 4 ടയറും 4 ബസ് കിടക്കും. അവരുടെ വണ്ടികളുടെ അവസ്ഥ അറിയാലോ. പിന്നെ ഇതുവഴിയുള്ള വണ്ടിയാണ് ഇതുപോലുള്ള ലോറികൾ, കൺസ്ട്രക്ഷനായിട്ട് പോകുന്ന ലോറികളും വണ്ടികളും ഇതുവഴി ഉണ്ടാവും. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഗതികേട് കൊണ്ട് ഇതുപോലുള്ള ടെക്കീസും കാര്യങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഉപയോഗിക്കേണ്ട റോഡാണെന്നറിയും. ഈ വീട്ടുകാരൊക്കെ പൊടിയടിച്ച് ചെളിയടിച്ച് കിടക്കുന്ന അവരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയാനകമാണ്. എത്ര കാലമായിട്ട് ഈ പൊടിയും ചെളിയടിച്ച്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെയൊക്കെ പൊടി എന്ന് പറഞ്ഞാണ്ടല്ലോ, അന്യായ പൊടിയാണ്. ഒരു രക്ഷയില്ല അവിടെ നിന്ന് ആ ഭാഗത്ത് ജീവിക്കാൻ. ആ വീട്ടുകാർ സമ്മതിക്കണം. 8-10 വർഷമായിട്ട് ഇവരൊന്നും ആരോടും പരാതി പറയുന്നില്ല, ആരും നോക്കുന്നില്ല. ആർക്കറിയാം? ഒരു പിടിയില്ല എങ്ങനെ നടക്കുന്നു. ഇതുപോലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു വഴി ഇങ്ങനെ കിടന്നിട്ട്, അത് 8-10 കൊല്ലമായിട്ട് കിടന്നിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം ഇടതുവശത്ത് ഇതാണ് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യണ സ്ഥലമാണ്. അവിടെയൊക്കെ പൊടി കൊണ്ടുള്ള അവിയലായിരിക്കും, അവിയൽ.